മോഹൻ വർഗീസ് വിദേശകാര്യ വിദഗ്ധൻ കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, നമ്മൾ റഷ്യയിൽ കുടുങ്ങിയ മലയാളികളുടെ അവസ്ഥ മുമ്പും പലവട്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ തൃശ്ശൂർ സ്വദേശിയിൽ ഒരാൾ മരണപ്പെട്ടു എന്നതാണ് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുന്നത്. ഒപ്പം കൂടെ ഉണ്ടായിരുന്നയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റാണ്. അയാൾ നാട്ടിലേക്ക് എത്തിക്കാൻ ഇതുവരെയും ശ്രമങ്ങൾ നടക്കുന്നില്ല. നമ്മുടെ നോർക്ക പോലെയുള്ള ഏജൻസികൾ പലവട്ടം വാണിംഗ് നൽകിയിട്ടുണ്ട്. കാരണം ഇത്തരം തൊഴിൽ തട്ടിപ്പുകൾ നിരന്തരം നടക്കുന്നുണ്ട് എന്നതാണ്. പക്ഷേ ആളുകൾ പുതിയ തൊഴിൽ സാധ്യതകൾ തേടുമ്പോൾ ഇത്തരം തട്ടിപ്പിന് വിധേയമാവുകയാണ്. നമുക്ക് ഈ റഷ്യയുടെ സാഹചര്യം എന്താണ്? ഇവരെ തിരികെ എത്തിക്കാൻ എന്ത് ഇടപെടലാണ് നടത്താനാവുക? ഇവിടെ റഷ്യയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്, ദീർഘകാലമായി തുടരുന്ന യുദ്ധം, യുക്രൈനുമായി തുടരുന്ന യുദ്ധത്തിൽ റഷ്യക്ക് വലിയ തോതിലുള്ള മാൻ പവർ റിക്വയർമെന്റ് ഉണ്ട് സൈന്യത്തിലേക്ക്. അതിന് റഷ്യയുടെ ഔപചാരികമായ സൈനിക സംവിധാനം പോരാതെ വരുന്നു. അതുകൊണ്ടാണ് മെർസനറീസിനെ തിരക്കി റഷ്യ നീങ്ങുന്നത്. അതിലൊരു ഭാഗമെന്ന് പറയുന്നത് പ്രഗോഷിൻ നേതൃത്വം നൽകിയ വാഗ്നർ ആർമിയാണ്. അപ്പൊ വാഗ്നർ സൈന്യത്തിന്റെ ഒരു പോരാട്ടങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഉക്രൈൻ ഉൾപ്പെടെ ആഫ്രിക്കയിലെ പല സ്ഥലങ്ങളിലും അതുപോലെ മധ്യേഷ്യയിലും എല്ലാം തന്നെ വാഗ്നർ സൈന്യത്തിന്റെ പ്രവർത്തനമുണ്ടായിരുന്നു. ഇപ്പോൾ പ്രഗോഷിൻ കാലയവനിക്കുള്ളിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോഴും റഷ്യക്ക് മാൻ പവർ റിക്വയർമെന്റ് ഉണ്ട്. ആ മാൻ പവർ റിക്വയർമെന്റ് റഷ്യ നിറവേറ്റുന്നത് അനൗപചാരികമായി സംഘടിപ്പിക്കുന്ന മെർസനറീസ്, കൂലിപ്പട്ടാളം എന്ന് വേണമെങ്കിൽ പറയാം, കുപ്പിണിപ്പട്ടാളം അല്ലെങ്കിൽ കൂലിപ്പട്ടാളം അങ്ങനെയൊക്കെ പറയുന്ന മെർസനറീസ്. അത് തൊഴിൽ തേടി വല്ലാതെ അലയുന്ന യുവാക്കളെ പെട്ടെന്ന് ആകർഷിക്കാം. അതിന് ഏജൻസ് ഉണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും, മലയാളികൾ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും തൊഴിൽ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് റഷ്യയുടെ മണ്ണിലാണ്. അവരെ കാര്യമായ സൈനിക പരിശീലനമൊന്നും ഇല്ലാതെ തന്നെ യുദ്ധമുന്നണിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ചിലർ കൊല്ലപ്പെടുന്നു. അങ്ങനെ ഈ വലിയ ഓഫർക്ക് നൽകിയാണ് ആളുകൾ ഏജന്റുമാർ കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് അവർ കൃത്യമായി വഞ്ചിക്കപ്പെടുകയാണ്. അതിൽ ഒരാളാണ് ഇപ്പൊ ഡ്രോൺ ആക്രമണത്തിൽ തൃശൂർ സ്വദേശി മരിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിച്ച ഒരു കാര്യമാണ്. ഇത് വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ്. രാജ്യങ്ങൾ, പ്രത്യേകിച്ച് റഷ്യയാണ് അതിനോട് ലീഡ് റോള് വഹിക്കുന്നത്. സ്വന്തം രാജ്യത്തിന്റെ സൈന്യത്തിന്റെ ചെലവ് ചുരുക്കുകയും ഔട്ട്സോഴ്സ് ചെയ്യുകയും ഫൈറ്റേഴ്സിനെ ഉൾപ്പെടെ അല്ലെങ്കിൽ ആർമി പേഴ്സണലിനെ ഉൾപ്പെടെ ഔട്ട്സോഴ്സ് ചെയ്യുകയും ചെയ്യുന്ന പ്രവണത വ്യാപകമാവുകയാണ്. അതിൽ ഇനിയും വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതേക്കുറിച്ച് ജാഗ്രതയും അവയർനെസ്സുമാണ് ആവശ്യം. അത് നൽകാനുള്ള സംവിധാനം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഇത് ഔപചാരിക സംവിധാനത്തിലൂടെ മാത്രമേ ഇങ്ങനെയുള്ള കടത്തുകൾ, മനുഷ്യക്കടത്താണ്, ഒരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യക്കടത്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അവർക്ക് നല്ല ജോലി, സൈന്യ സേവനം എന്ന് പറഞ്ഞല്ല അവരെ കൊണ്ടുപോകുന്നത്. നല്ല ജോലിയെല്ലാം വാഗ്ദാനം ചെയ്ത് കൊണ്ടുപോവുകയാണ്. അവിടെ എത്തിക്കഴിയുമ്പോൾ ഏജന്റിന്റെ വിധം മാറുകയാണ്. അങ്ങനെ വഞ്ചിക്കപ്പെടുന്ന നൂറുകണക്കിന് യുവാക്കൾ നമ്മുടെ നാട്ടിലും ചുറ്റുപാടുമുണ്ട്. അത് ഗവൺമെന്റ് വേണ്ട രീതിയിൽ ശ്രദ്ധ ചെലുത്തേണ്ട വിഷയം തന്നെയാണ്. ഈ എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യം, നമ്മൾ ഈ റഷ്യ യുക്രൈൻ സംഘർഷം, ആ സംഘർഷത്തിന്റെ വലിയ ഏറ്റുമുട്ടൽ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് പൊതുവിൽ വിലയിരുത്തുന്ന ഒരു ഘട്ടമാണ്. പക്ഷേ ഇപ്പോഴും അതിരൂക്ഷമായ സംഘർഷ സാഹചര്യങ്ങൾ തന്നെയാണോ? അങ്ങനെയെങ്കിൽ കൂടുതൽ മലയാളികൾ അടക്കം അവിടെ ഉണ്ട് എന്ന് നമുക്ക് കരുതേണ്ടി വരുമോ? കൂടുതൽ മലയാളികൾ ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടി വരുന്നത് ഈ ഘട്ടത്തിൽ. കാരണം ഇതിന്റെ എല്ലാം ഔപചാരികമായി റഷ്യയിലേക്ക് കടന്നു പോയത് ജോലിക്ക് വേണ്ടി പോയി എന്ന് കരുതപ്പെടുന്നതിന്റെ ഒരു നല്ല പങ്ക് യഥാർത്ഥത്തിൽ യുദ്ധ മുന്നണിയിലാണ് പ്രവർത്തിക്കുന്നത്. അവർ അഭിമാനക്ഷതം കാരണം അവർ പുറത്തു പറയാറില്ല, അല്ലെങ്കിൽ അവർ ചെയ്തത് എന്തെന്ന് അവർ പലപ്പോഴും അറിയാറില്ല. ഇപ്പൊ പലപ്പോഴും ഓക്സിലറി സർവീസിന്റെ രൂപത്തിലാണ് സൈന്യത്തിന്റെ സേവനം. യഥാർത്ഥത്തിൽ ഫൈറ്റിംഗ് മാത്രമായിരിക്കില്ല, തോക്കെടുത്തുകൊണ്ടുള്ള ഫൈറ്റിംഗ് മാത്രമായിരിക്കില്ല. സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക, ലോജിസ്റ്റിക്കൽ, ഡ്രൈവിംഗ് എന്ന് വേണ്ട അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇൻവോൾവ്. പക്ഷെ ഹൈ റിസ്ക് കാറ്റഗറിയാണ്. ഇതൊരു വലിയൊരു ട്രെൻഡിന്റെ ഭാഗമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഏജൻസികൾ പ്രവർത്തിക്കുന്നു, റിക്രൂട്ടിംഗ് ഏജൻസികൾ. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ശരിയല്ല, ഈ കടത്ത് ഏജൻസികൾ. ഈ ഏജൻസികൾ നിരീക്ഷണ വിധേയമാക്കുക എന്നതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. ഈ പ്രവണത വർദ്ധിക്കുന്നുണ്ട്. കാരണം റഷ്യ ഉക്രൈൻ അതിർത്തിയിൽ, പ്രത്യേകിച്ച് ഒരു ലുഹാൻസ്, ഡൊണസ്ക് മേഖലയിൽ ഇപ്പോഴും യുദ്ധമുണ്ട്. റഷ്യൻ അധിനിവേശം അവിടെ ഉക്രൈനിൽ ഇപ്പോഴുമുണ്ട്. അത് മാത്രമല്ല, ഉക്രൈൻ റഷ്യക്ക് നേരെയും ആക്രമണം നടത്തുന്നുണ്ട്. റഷ്യയുടെ മണ്ണിൽ കയറി ചെറിയൊരു ഭാഗം വളരെ ചെറിയൊരു ഭാഗം ഉക്രൈൻ പിടിച്ചടക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒരു ഫേസ് സേവിംഗ് ഫോർമുല രണ്ട് രാജ്യങ്ങളും ചേർന്ന് നേടിയെടുത്തില്ല എങ്കിൽ യഥാർത്ഥത്തിൽ യുദ്ധം ഒരു പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റ് എന്ന നിലയിൽ തുടരാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ കൂടുതൽ മെർസനറീസിനെ ആവശ്യം വരും. ഇതേ പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിക്കാനാണ് സാധ്യത. നോക്കൂ, ഈ തൃശ്ശൂരെ 2 യുവാക്കളുടെ കാര്യം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഏപ്രിലാണ് അവരിവിടുന്ന് പോകുന്നത്. ഏകദേശം 9 മാസത്തോളമായി. അതായത് ഈ ഇത്തരം വാർത്തകൾ വന്നുകൊണ്ടിരുന്ന ഘട്ടത്തിലാണ് അവർ അങ്ങോട്ടേക്ക് പോയത്. യഥാർത്ഥത്തിൽ റഷ്യയിലേക്ക് അവർ പോയത് കൂലിപ്പട്ടാളത്തിലേക്കല്ല, മറിച്ച് മറ്റ് തൊഴിൽ സാധ്യതകൾ തേടിയാണ് അവർ പോയത്. അവിടെ എത്തിയപ്പോഴാണ് ഈ ഒരു അവസ്ഥയിലേക്കാണ് പോയതെന്ന് അറിയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ വാർത്തകളൊക്കെ വരികയും ജാഗ്രതാ നിർദ്ദേശമൊക്കെ കൊടുക്കുന്നതിനിടയിലും വീണ്ടും തൊഴിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് ഒരു വശത്ത് എന്ന് കരുതണം, അല്ലേ?
അങ്ങനെ കരുതണം. കാരണം ഇതൊരു അടിസ്ഥാന വിഷയമാണ്. അടിസ്ഥാന വിഷയം റഷ്യയെ കുറ്റപ്പെടുത്തിയിട്ട് മാത്രം കാര്യമില്ല. ഇവിടുത്തെ അടിസ്ഥാന വിഷയം തൊഴിലില്ലായ്മയാണ്. ഇവിടെ നമ്മുടെ സംവിധാനത്തിന് ഈ അഭ്യസ്തവിദ്യരായ വ്യക്തികൾക്ക്, ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കുന്നില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയെങ്കിലും നാട് വിട്ടു പോകണം, തൊഴിലിടങ്ങൾ തേടി പോകണം. ആ തൊഴിലിടങ്ങൾ തേടി പോകുമ്പോൾ അവർക്ക് നൽകപ്പെടുന്ന വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് നിശ്ചിത തുക ശമ്പളം, താമസ സൗകര്യങ്ങൾ, നാട്ടിലേക്ക് അയക്കാനുള്ള ഒരു തുക എന്നിവയെല്ലാം തന്നെ, യാത്രാ സൗകര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഓഫർ ചെയ്താണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അവർക്ക് പ്രോമിസ് ചെയ്യുന്ന കാര്യമല്ല അവർക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. അവരുടെ പാസ്പോർട്ട് തടഞ്ഞു വയ്ക്കുന്നു, അവരുടെ യാത്രാ രേഖകളൊന്നും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ അവരവിടെ ഒരു പരിധിയിൽ പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് നാട്ടിലെ ബന്ധുക്കളുമായിട്ട് വേണ്ട രീതിയിൽ ആശയവിനിമയം നടത്താൻ തന്നെ കഴിയുന്നില്ല. ഇനി മനസ്സിലായാൽ തന്നെ നാട്ടിലെ ബന്ധുക്കൾ വിഷമിക്കുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവർ പലരും പുറത്ത് പറയാറില്ല. തങ്ങൾ ആയിരിക്കുന്ന ഒരു അന്തരാള അവസ്ഥയെക്കുറിച്ച് അവർ പുറത്ത് പറയില്ല. കാരണം നാട്ടിലേക്ക് തിരിച്ചു വന്നാലും വലിയ രക്ഷയില്ല. കാരണം തൊഴിലില്ലാതെ അലഞ്ഞിരിഞ്ഞ് നടക്കേണ്ടി വരും. ഇതൊരു അടിസ്ഥാന വിഷയമായി വന്നതുകൊണ്ട് റിക്രൂട്ടിംഗ് ഏജൻസികൾ കൃത്യമായ വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഔപചാരിക മാർഗത്തിലൂടെ അല്ലാതെ ആളുകളെ ഇങ്ങനെ കൊണ്ടുപോകുന്ന, റഷ്യ ഉൾപ്പെടെയുള്ള അപകടകരമായ മേഖലയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട സമയമായി. അതോടൊപ്പം തന്നെ ആഭ്യന്തരമായി തൊഴിൽ ജനറേറ്റ് ചെയ്യാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക എന്നതാണ് വിശാലമായ അർത്ഥത്തിലുള്ള പരിഹാരമാർഗം. അത് ഉടനടി ക്ഷിപ്രസാധ്യമാകുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇത് പല തലങ്ങളുള്ള ഒരു മൾട്ടി ഡയമെൻഷനൽ ഒരു പ്രോബ്ലമാണ് ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്.